ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന നക്ഷത്രക്കാരിൽ ഏതെങ്കിലും നക്ഷത്രം നിങ്ങളുടെ വീട്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ ആ വീട് കൊട്ടാരമാകാൻ യോഗമുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ സാമ്പത്തിക നില വലിയ നിലയിൽ മാറി ആ വീട് തന്നെ രക്ഷപ്പെടാൻ, കുടിയിൽ കൊട്ടാരമാക്കാൻ ഈ നക്ഷത്രക്കാരുള്ളിടത്തത് അതിന് യോഗമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാനത് ഏതൊക്കെ നക്ഷത്രമാണ് എന്ന് ഞാൻ പറയുന്നുണ്ട്. തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ചുള്ള ആ ഒരു രഹസ്യങ്ങളാണ് പറയുന്നത്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നല്ല നല്ല ആളുകളിലേക്ക് ഇത്തരം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. ഞാൻ സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും, ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ആ ചെയ്യുന്ന രീതി കേട്ടിട്ട് ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന ലളിതമായ വഴിപാടുകളും സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് കേട്ടിട്ട് ആവശ്യമുണ്ട്. പിന്നെ ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, വിളിക്കേണ്ട ദേവത, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആവശ്യമുള്ളവർക്ക് ചെയ്യുക, എല്ലാവർക്കും അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക. കുഴപ്പമൊന്നുമില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. ഇതാണ് സാഹചര്യം. ഏതായാലും ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി മാറ്റുന്ന ഒരു ഒരു അനുഭവങ്ങളുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഞാനീ പറയുന്ന നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ചിലപ്പം അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, മക്കളായിരിക്കാം, കൊച്ചുമക്കളായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, ആരുമായിക്കോട്ടെ. നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട് കൊട്ടാരമാകാനുള്ള യോഗമുണ്ട് എന്ന് വെച്ചാൽ അതുപോലെ വലിയ മാറ്റത്തിലേക്ക് ആ വീട് ഇന്നലെ നാളെ വരും എന്നുള്ളതാണ്. അപ്പം അതിന് അറിയേണ്ട കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു ദുർഗയുടെ രഹസ്യമായ മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. അത് എല്ലാം മിസ് ചെയ്യാതെ കാണണം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് വീഡിയോയിലേക്ക് വരികയാണ്, എല്ലാം പറഞ്ഞുതരാം. അപ്പോഴേ ഇന്ന് പറയാൻ പോകുന്നത്, ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതാരും ആയിക്കൊള്ളട്ടെ, ആ വീട് കൊട്ടാരമാകാൻ, അതിസമ്പന്നമാകാൻ യോഗമുണ്ട് എന്നുള്ളതാണ്. അപ്പം നിങ്ങളിത് മുഴുവൻ കേൾക്കണം. അറ്റം മൂല്യം കേട്ടിട്ട് മനസ്സിലാക്കരുത്. ഇത് തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ചുള്ള രഹസ്യങ്ങളാണ്. ഞാൻ അനുഭവത്തിൽ കണ്ട കാര്യങ്ങളാണ്, എൻ്റെ തിരിച്ചറിവുകളാണ്, ഞാൻ പറഞ്ഞ ജീവിതം മാറിയ അനുഭവങ്ങളാണ്. അപ്പം ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ആദ്യം പറയാൻ പോകുന്ന നക്ഷത്രം പൂരമാണ്. പൂരം. അപ്പോൾ പൂരം നക്ഷത്രം DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും വരുന്ന നക്ഷത്രമാണ് പൂരം നക്ഷത്രം. ഈ പൂരം നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പൂരം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ ഒന്നുകിൽ 2 പൂരം അല്ലെങ്കിൽ കാർത്തിക, മൂലം, രേവതി, ഇതിലേതെങ്കിലും ഒരു നാള് ആ വീട്ടിലോ ആ കുടുംബത്തിലോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് DNA അസ്ട്രോളജിയുടെ ഒരു രഹസ്യം. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് പൂരമുണ്ടെങ്കിൽ ആ വീട്ടിലോ ആ കുടുംബത്തിലോ ഒന്നുകിൽ പൂരം അല്ലെങ്കിൽ കാർത്തിക അല്ലെങ്കിൽ മൂലം അല്ലെങ്കിൽ രേവതി, ഇതിലേതെങ്കിലും നാൾ റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ഈ പൂരം നക്ഷത്രമുള്ള വീടുകളിൽ ഈ പൂരം നക്ഷത്രക്കാർക്ക് ചില രഹസ്യങ്ങളുണ്ട്, അറിയേണ്ട കാര്യങ്ങൾ. ഇവർ തീർച്ചയായിട്ടും വലിയ സാമ്പത്തികത്തിലേക്ക് വരിക തന്നെ ചെയ്യും. ആ വീടിനെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവരാണ്. അതാണ് അതിൻ്റെ അകത്തെ രഹസ്യം. അപ്പം ഇവര് പലപ്പോഴും ഇവരുടെ കഴിവ് കൊണ്ട് ഇവർക്ക് പ്രയോജനം ഉണ്ടാകാൻ വളരെ തടസ്സങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇവരൊരു തൊഴിൽ ചെയ്താലും അതിലൊക്കെ രക്ഷപ്പെട്ടു വരാനും സാമ്പത്തിക ഉയർച്ചയ്ക്കും ഒക്കെ എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ചൊവ്വാകർമ്മയാണ് ഇവരുടെ DNA അസ്ട്രോളജി, തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച്. പിന്നെ വ്യാഴകർമ്മയാണ്. അപ്പം ഇവർ ചില കാര്യങ്ങൾ അറിയണം, അപ്പോഴിവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും. അപ്പം ഞാൻ ഈ പൂര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഇവരുടെ ഈ കർമ്മ ബേസിൽ, അതായത് തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് ഇവർ അറിയേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇവർക്ക് മാറ്റം വരാനുള്ള രഹസ്യങ്ങളും പറഞ്ഞുതരാം. അപ്പം ഇവർ ഉറപ്പായിട്ടും ഇവർ ആ കുടുംബത്തിനെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവരാണ്. പക്ഷെ അത് ചിലപ്പോൾ കുറെ താമസിച്ച് ആയിരിക്കും അത് നടക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഇവരറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പൂര നക്ഷത്രം ഉള്ള വീട്ടില് അവര് പൂരം നക്ഷത്രക്കാർ തൊഴിൽപരമായിട്ട് പലപ്പോഴും സാമ്പത്തികം ബ്ലോക്ക് ആകുക, അതുപോലെ തന്നെ കൂട്ടുകെട്ടുകളാൽ കബളിപ്പിക്കപ്പെട്ട് പണം നഷ്ടപ്പെടുക, സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി ചാടുക,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പണം നഷ്ടപ്പെടാം. ഇപ്പം ഒരു വിദേശത്തേക്ക് പോകുന്നു. അപ്പം ഈ പൂര നക്ഷത്രക്കാരന് പലപ്പോഴും ഈ തെറ്റായ ചില തട്ടിപ്പുകളിൽ പോയി ചാടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ ചാടുന്നല്ല പറഞ്ഞത്. അപ്പോൾ അവർ പറയും പൈസ തരണം, ഇവർ പൈസ കൊടുക്കും, പക്ഷെ ഇന്ന് പോകും കൊണ്ടുപോവാ, നാളെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് നീണ്ടു നീണ്ടു പോകും. അവസാനം ചിലപ്പോൾ പൈസയും കിട്ടത്തില്ല. അങ്ങനെ ഒരു ഏജൻസി ആളുകളെ പോലും പിന്നെ അറിവും ഉണ്ടാകത്തില്ല. ഇങ്ങനെ ചില തട്ടിപ്പുകളിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പൂരം നാളുകാർ. അപ്പം ഇന്ന് ഞാൻ പറയുന്ന നാളുകാരെല്ലാം അങ്ങനെയുള്ളവർ തന്നെയാണ്. ആ ഒരേ കാറ്റഗറി വരുന്ന നാളുകാരെ കുറിച്ചാണ് മുഴുവൻ ഇന്ന് പറയുന്നത്. അതായത് ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഉള്ള നാളുകാരെ കുറിച്ചാണ് ഇനിയും താഴോട്ടും പറയുന്നത്. ഇതെല്ലാം ഈ പറയുന്നതെല്ലാം ഇന്ന് ഈ വീഡിയോ പറയുന്ന നാളുകാർക്കെല്ലാം ബാധകമാണ് കേട്ടോ. അതായത് അതുപോലെ തന്നെ വീട്ടിൽ കലഹം ശ്രദ്ധിച്ചോണം കേട്ടോ. ഇത് പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോണം. വീട്ടിൽ കലഹം, അപ്രതീക്ഷിതമായിട്ട് കലഹം ഉണ്ടാകാം. ഇപ്പം ഈ പൂര നക്ഷത്രം, ഈ താഴെ പറയുന്ന നക്ഷത്രക്കാർക്കും എല്ലാം ഒരുപോലെ ഇത് ബാധിക്കുന്നത് കേട്ടോ. ഞാൻ താഴെ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്കും. അപ്പം ഈ വീട്ടിൽ കലഹം, ചിലപ്പോൾ ഒരു വാക്ക് തർക്കം, ചെറിയൊരു വാക്ക് തർക്കത്തിൽ നിന്നായിരിക്കും പ്രശ്നം തുടങ്ങുന്നത്. അവിടെ പിന്നീട് അതൊരു വാശിയായി അങ്ങനെ വലിയ ബഹളങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ശ്രദ്ധിക്കണം. പിന്നെ ഈ പൂരം നക്ഷത്രക്കാരും ഇനി താഴെ പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ ഞാൻ പേര് പറയാം. എല്ലാവരുടെയും ഫലം കൂടെ പറയുന്നത് കേട്ടോ. ഇന്ന് ഈ വീഡിയോ മുഴുവൻ പറയുന്ന ഒരേ കാറ്റഗറി ഉള്ള. അപ്പം ഒരു കേസിനോ വഴക്കിനോ ഒക്കെ കഴിവതും പോകരുത്. അതിൽ കാര്യമുണ്ട്, ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേട്ടോണം. അതുകൊണ്ട് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ? ചൊവ്വ കർമ്മയുണ്ട്, വ്യാഴകർമ്മയുണ്ട്. ഈ വ്യാഴകർമ്മയും കൂടെ വരുന്നുള്ളത് കൊണ്ട് തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് എന്ന് വെച്ചാൽ DNA ആസ്ട്രോളജി സിദ്ധന്മാരുടെ ജ്യോതിഷമാണ്. അതായത് യോഗീശ്വരന്മാരുടെ, മഹർഷിമാരുടെ, ശിവയോഗിമാരുടെ ഒക്കെ ആ ഒരു ജ്യോതിഷമാണ് സിദ്ധ ജ്യോതിഷം, തമിഴ് സിദ്ധ ജ്യോതിഷം. അല്ലാതെ നിങ്ങൾ പത്രത്തിൽ കാണുന്ന സിദ്ധന്മാരും അങ്ങനെയുള്ളവരൊന്നും അല്ല കേട്ടോ. ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്യുന്ന മഹർഷീശ്വരന്മാരുടെ തപസ്സിൽ നാദിച്ച ഒരു ആ ജ്യോതിഷമാണ് സിദ്ധ ജ്യോതിഷം, തമിഴ് സിദ്ധ ജ്യോതിഷം. അവിടെ കർമ്മയാണ്, മുഴുവൻ കർമ്മ ബേസിസാണ്. അപ്പം ഈ പൂരം നക്ഷത്രക്കാരും ഇനി ഞാൻ താഴെ പറയാൻ പോകുന്ന നക്ഷത്രക്കാരും കേസ് വഴക്കുകളിലൊന്നും അകപ്പെടാതെ ശ്രദ്ധിക്കണം. അകപ്പെട്ട് പിന്നെ നമ്മളെ കേസിന്റെ പുറകെ പോയാൽ വർഷങ്ങളും പോവും, പണവും പോവും, ചില വിജയിക്കണമെന്നുമില്ല. അതിനൊരു കാരണമുണ്ട്. ചിലരുടെയും കാര്യമല്ല, അത് പലർക്കും അത് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. ചിലർക്ക് ചിലപ്പോൾ വിജയം ഉണ്ടാകില്ലെന്ന് പറയുന്നില്ല, പക്ഷെ പണം നഷ്ടപ്പെടാം, ഒരുപാട് വർഷങ്ങൾ വെറുതെ പോകാം. അങ്ങനെ ഇവർക്ക് പല രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കേസിൻ്റെ ഒക്കെ പുറകെ പോയാൽ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഇവർക്ക് വരുന്നുണ്ട്. ഈ വ്യാഴകർമ്മം വരുന്നുള്ളത് കൊണ്ട് തന്നെ വ്യാഴം നിഷ്പക്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേസ് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കണം. അതിൻ്റെ പുറകെ പോകരുത്. നിങ്ങൾക്കിത് ഗുണം ചെയ്യും. ഏത് കാര്യം പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കണം. അത് വഷളാക്കി അതിൻ്റെ പുറകെ പോയാൽ ഈ പൂരവും താഴെ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്കുമായിരിക്കും അതിന് നഷ്ടം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കണം. വ്യാഴകർമ്മം ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ തുടങ്ങുന്നത്, ഇവരുടെ കഴിവുകൾ കൊണ്ട് ഇവർക്ക് പ്രയോജനം ഉണ്ടാകാൻ തുടങ്ങുന്നത് ഞാനീ പറയുന്ന ഒരു കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഗുരുചരണം ശരണം എന്ന് ദിവസവും രാവിലെ ജപിക്കുക. അതായത് ഭദ്രകാളി, കൃഷ്ണൻ, ഗുരു, ഈ 3 വഴികളാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ളത്. ഇവർ ചിലപ്പം കോടീശ്വരന്മാരോ അതിസമ്പന്നരോ ആവുകയും ചെയ്യും, കുടുംബത്തെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അത് താമസിക്കാതിരിക്കാൻ വേണ്ടിയാണ്, എളുപ്പം ഫലം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ വഴി പറഞ്ഞു തരുന്നത്. ഭദ്രകാളി, കൃഷ്ണൻ, ഗുരു. ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഗുരുവായിട്ട് സങ്കല്പിച്ചാൽ മതി. ഗുരു ചരണം ശരണം എന്നിവർ എന്ന് ജപിക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ ഇവരുടെ ലൈഫ് ചേഞ്ച് ആകാൻ തുടങ്ങും. ചെയ്തു നോക്കിക്കോ. ഞാൻ പറഞ്ഞുകൊടുത്ത് എത്രയോ ആളുകളുടെ ജീവിതം മാറിയിരിക്കുന്നു. ഗുരു ചരണം ശരണം. ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഗുരുവായിട്ട് സങ്കല്പിച്ചാൽ മതി. എന്നിട്ട് ഗുരുവിന് നന്ദിയും പറയുക. ദിവസവും രാവിലെ കുളി കഴിഞ്ഞത് ചെയ്യുക. ഗുരുചരണം ശരണം, ഗുരുവേ, മഹാഗുരുവേ, അവിടുത്തേക്ക് നന്ദി, മഹത്വം, ഇങ്ങനെ പറയുക. എന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് പറയാം. രാവിലെ വാഗൊണ്ട് പറയുക. കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞാൽ മതി. പിന്നെ അത് കുളിമുറി എന്നോ നമ്മുടെ പ്രാർത്ഥനാ മുറിയെന്നോ എവിടെ നിന്ന് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ കിടക്കപ്പായ ഇരുന്നുകൊണ്ട് പറയണം. അത് കിടക്കപ്പായ ഇരുന്നുകൊണ്ട് പറയുന്ന മനസ്സിൽ പറഞ്ഞാലും മതി. കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കും വാഗൊണ്ട് തന്നെ പറയണം. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലും പറയാം. അന്ന് തൊട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങും. ഗുരുചരണം ശരണം. ഇനി രണ്ടാമത്തെ കാര്യം, ഭദ്രകാളി, ചൊവ്വാകർമ്മ ഉള്ളതുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകൾ കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും ഒക്കെ ചെയ്യുക. കുളമുണ്ടെങ്കിൽ അവിടെ മലർ കൊണ്ട് മീനൂട്ട് നടത്തുക. പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആകും. എന്ന് വെച്ചാൽ ഇന്ന് ചെയ്താൽ നാളെ ആകണമെന്നല്ല, ചിലർക്ക് പെട്ടെന്ന് ആകുന്നുണ്ട്. ആവർത്തിക്കുക സാധിക്കുന്ന പോലെ. ഇത്
സാധാ വെള്ളിയാഴ്ചകൾ രാവിലെ ചെയ്യുക. മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് ഒരു രക്തപുഷ്പാഞ്ജലിയും നെയ്വളക്കൂടെ കൊടുക്കുക. അത് മാസത്തിൽ ഒന്ന് വീതം ആവർത്തിക്കണം. വെള്ളിയാഴ്ച സാധാ വെള്ളിയാഴ്ചകളുള്ളത് ആവർത്തിക്കണം. പിന്നെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തിരുമേനിമാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ദക്ഷിണ കൊടുക്കണം. ഈ വ്യാഴകർമ്മ ഉള്ളതുകൊണ്ട് ഇത് നിങ്ങളെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. ഞാൻ ഈ പൂരവും താഴെ ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവര് പെട്ടെന്ന് ജീവിതത്തിൽ രക്ഷപ്പെടും. അവര് താമസിക്കുന്ന വീടും വലിയ സമ്പന്നമായി തീരും. അതായത് അതിനവർക്ക് യോഗം ഉള്ളവരാണ്. അത് ചിലപ്പം താമസിക്കാം. അത് പെട്ടെന്ന് സംഭവിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത് ഈ വഴികൾ. അതായത് ഈ തിരുമേനിമാർക്ക് നമ്മൾ മനസ്സ് നിറഞ്ഞൊരു ദക്ഷിണ കൊടുക്കുക. ഇത് ഈ പൂരവും ഞാൻ ഈ താഴെ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്കും അത് വലിയ മാറ്റമുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവർക്ക് വ്യാഴകർമ്മ വരുന്നുണ്ട്. വ്യാഴകർമ്മ വരുമ്പം അധ്യാപകനെ ബഹുമാനിക്കുക. ഞാൻ ഇപ്പോഴും എൻ്റെ ബികോമിന് എന്നെ പഠിപ്പിച്ച അധ്യാപകരെ കാണാൻ കാലത്തോട്ട് വന്നിക്കും. എത്ര പേരിയ്ക്കുവാണെങ്കിലും അധ്യാപകരെ ബഹുമാനിക്കുക. ഈ ആത്മീയ വേല ചെയ്യുന്നവരെ, തിരുമേനിമാരെ, അങ്ങനെയുള്ളവരെ ബഹുമാനിക്കുക. നല്ല ആളുകളെ കേട്ടോ, ഫ്രോഡുകളുടെ മുന്നിലൊന്നും പോയി ബഹുമാനിക്കരുത്. നല്ല ആളുകളെ വന്ദിക്കുക. നല്ല ഇപ്പം നമ്മുടെ ഒരു തിരുമേനി നല്ല രീതിയിൽ ചെയ്തു, അവർക്ക് ദക്ഷിണ സന്തോഷത്തോടെ കൊടുക്കുക. നിങ്ങൾക്കൊരു 100 രൂപ കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ 100 രൂപ തന്നെ കൊടുക്കണം. 5 രൂപ 2 രൂപ കൊടുക്കരുത്. ഇത് നിങ്ങൾക്ക് 10 രൂപയ്ക്ക് നിവർത്തിയുള്ളെങ്കിൽ 10 രൂപ സന്തോഷമായിട്ട് കൊടുക്കുക. നമ്മൾക്ക് ശക്തിക്കൊത്ത് എന്ന് വെച്ചാൽ നമ്മുടെ കഴിവിനൊത്തു ചെയ്യണം. ഒരു 100 രൂപ കൊടുക്കാൻ നിവർത്തിയുള്ളവൻ 50 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 2 രൂപ കൊടുത്താൽ അതുകൊണ്ട് അതൊരു ശരിയായ സമർപ്പണമല്ല. 100 രൂപ കൊടുക്കാൻ നമുക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ 100 രൂപ തന്നെ തിരുമേനിക്ക് സന്തോഷത്തോടെ കൊടുക്കുക. അവിടെ ജീവിതം മാറാൻ തുടങ്ങും. എന്തുകൊണ്ടാണെന്നറിയോ? ഇവർക്ക് വ്യാഴകർമ്മയുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ ചെയ്യുന്ന ആളുകളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കർമ്മ ബേസിൽ പറയുന്ന തമിഴ് ശുദ്ധ ജ്യോതിഷത്തിന്റെ കർമ്മ ബേസിലുള്ള കാര്യങ്ങളാണ്. ഇത് അച്ചട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഇതോടൊപ്പം ഇവര് ഈ വ്യാഴാഴ്ചകളോ ചൊവ്വാഴ്ചകളോ ഗുരുക്കന്മാർ സമാധിയായിരിക്കുന്ന സമാധി മണ്ഡപങ്ങളുണ്ട്. അതായത് ഇപ്പം ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദര്, അല്ലെ ശിവപ്രഭാര ശുദ്ധിയോഗികള്, പൂന്തുറ സ്വാമിയെ, പൂന്തുറ തക്കല സ്വാമിയെ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഈ അവധൂതന്മാരുണ്ട് ജെനുവിനായിട്ടുള്ള. അവർ സമാധി മണ്ഡപങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും അതുപോലെ സമാധി മണ്ഡപങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ചൊവ്വായോ വ്യാഴമോ പോയി ഒരു നല്ല മണമുള്ള ഒരു കൂട് സാമ്പ്രാണി അത് വാവട്ടം പൊട്ടിച്ചു വെക്കണം. അല്പം നെയ്യ് അല്ലെ നെയ്വിളക്ക്, ദക്ഷിണ, കർപ്പൂരം എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് നടക്കി വെക്കുക. ഇത് വ്യാഴാഴ്ച ചെയ്യാം, അല്ലെ ചൊവ്വാഴ്ച ചെയ്യാം. മാസത്തിലൊന്ന് പോവുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തികം, ചിലപ്പോൾ ഒരു കടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, സ്വന്തമായി ബിസിനസ് തുടങ്ങിയ ആളുകളുണ്ട്. ഇങ്ങനെ ചെയ്ത് വലിയ രീതിയിൽ ജീവിതം മാറും, നിങ്ങളുടെ സാമ്പത്തികം മാറും, നിങ്ങളുടെ ജീവിതം മാറും, അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ കൃഷ്ണന് വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക് സാമ്പത്തികത്തിന് ഏറ്റവും നല്ലതാണ്. നെയ്യോ നെയ്വിളക്കോ, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, ത്രിമധുരവും കൂടെ സമർപ്പിക്കുക. ഈ വ്യാഴാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. മാസത്തിൽ ഒരു ദിവസം ചൈതന്യം കൂടുതലുള്ള ധാരാളം ഭക്തജനങ്ങൾ വരുന്ന നിങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ദൂരെയുള്ള ഒരു കൃഷ്ണക്ഷേത്രത്തിലെ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകണം. അത് ആറന്മുളയോ പത്മനാഭസ്വാമി ക്ഷേത്രമോ ഗുരുവായൂരോ അമ്പലപ്പുഴയോ അങ്ങനെ ഏതെങ്കിലും ചൈതന്യം കൂടുതലുള്ള അവിടെ പോയി ദർശനം ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാട് ചെയ്യുക. അവിടെ ഇരുന്ന് ഭഗവാനെ ഒന്ന് ധ്യാനിക്കുക. എന്നിട്ട് ശ്രീകോവിന് വെളിയിരുന്ന പാദങ്ങളെ സ്മരിക്കുക. പിന്നെ ചോറ്റാനിക്കരയോ അതുപോലുള്ള ചൈതന്യം കൂടുതലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലും മാസത്തിൽ 1 പോകുന്നത് നല്ലതാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ചൊവ്വാകർമ്മയുണ്ട്, വ്യാഴകർമ്മയുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇത് ഒരു കാര്യം ഓർക്കുന്നതുകൊണ്ട് പറയാണ്. ഒരു അമ്മയും മോനും എന്നെ കാണാൻ കുറേ നാളുകൾക്ക് മുമ്പ് വന്നു. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവര് അത്യാവശ്യമായതുകൊണ്ട് എന്നെ കണ്ടു ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ആ അമ്മ പറഞ്ഞു അവരുടെ മോനെ പൂരം നക്ഷത്രമ്മ, ഞാനത് ഓർക്കുന്നതുകൊണ്ട് പറയുകയാണ്. അപ്പോഴേ ആ പയ്യനെ ഗൾഫിൽ പോകാൻ വേണ്ടി പൈസ അവർ പറഞ്ഞു നല്ല ആളുകളാണ്, ഞങ്ങൾ പൈസ കുറച്ച് കൊടുത്തു. എന്നോട് ആ തുക പറഞ്ഞു, ഞാനതിവിടെ പറയുന്നില്ലെന്നുള്ളൂ. കുറച്ച് പൈസ കൊടുത്തു. അവര് നല്ല ആളുകളാണ്, നല്ല ജോലിയാണ്. അപ്പം ഗൾഫിൽ അവർ വിട്ടവര് ഫോണിൽ കൂടി ഇവരോട് ഈ പയ്യനോട് സംസാരിച്ചു. അവരെല്ലാം നല്ല ജോലി കിട്ടി. അവർ വഴി പോയ പിള്ളേർക്കെല്ലാം ഞാൻ കേട്ടു. ഞാൻ ചില സിനിമയ്ക്കകത്ത് കേട്ടിട്ടുണ്ട് എല്ലാം കേട്ടിട്ടുണ്ട് എന്ന രീതി ഞാൻ കേട്ടു. കാരണം ഇത് നമ്മൾ എത്രയോ ആളുകളുടെ അനുഭവത്തിൽ നിന്ന് കാണുന്നതാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അവസാനം ഞാൻ പറഞ്ഞു ഈ പൈസ നിങ്ങൾക്ക് പോകാനാണ് സാധ്യത കൂടുതൽ.
ഇവർ പാവപ്പെട്ടവരാണ്. ഉടനെ ഇവർ പറഞ്ഞു അല്ല, അവര് നല്ല ആളുകളാ, അവര് വിട്ട പിള്ളേര് വെളിയിൽ നിന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ, എല്ലാം ശരി തന്നെ. ഇന്നും ആ പൈസ കിട്ടിയിട്ടില്ല, വർഷങ്ങൾ കുറേ ആയി. അവർക്ക് പോക്ക് നടക്കത്തുമില്ലെന്ന് പറഞ്ഞു. പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഈയിടെ കണ്ടപ്പോഴും അവർ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴേ പറഞ്ഞു നിങ്ങൾ ഇത് കാണിക്കുന്ന കാരണം ഈ തട്ടിപ്പുകളിൽ പോയി ചാടാൻ പ്രത്യേക ഒരു സാധ്യതയാണ് ഈ നക്ഷത്രത്തിന്. അപ്പൊ എന്നത് എല്ലാവരും അങ്ങനെ തട്ടിപ്പിൽ പോയി ചാടുമെന്നല്ല പറഞ്ഞ്, നിങ്ങൾ ആലോചിച്ച് അന്വേഷിച്ച് ചെയ്യുക. നല്ല ഏജൻസിയാണ്, നല്ല ആളുകളാണ്, നിങ്ങൾ അന്വേഷിച്ച് നല്ലതാണ് ചെയ്യുക, അതിനകത്തൊരു കുഴപ്പമില്ല. പക്ഷേ തട്ടിപ്പുകളിൽ പോയി ചാടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് അത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഏജൻസിയൊക്കെയാണ്, നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഭദ്രകാളി, കൃഷ്ണൻ, ഗുരു, ഈ 3 പ്രീതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആപത്തിലും പോയി ചാടത്തില്ല. പിന്നെ അതുപോലെ പണം കടം കൊടുക്കുക, ശ്രദ്ധിച്ചോണം. ഇവർ പണം കടം കൊടുത്താൽ ഇവർക്ക് തന്നെ ദോഷമായിട്ട് വരും. ചിലപ്പം കിട്ടണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇവർക്ക് ഒരു സ്വന്തം നിലയിൽ തൊഴിലൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ ആദ്യം ഒരു പ്രൊഫഷണൽ ആകണം, എന്നിട്ട് സ്വന്തം നിലയിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതനുസരിച്ച് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് വളരെയധികം വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവര് ജീവിതത്തിൽ പെട്ടെന്ന് മാറാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇവര് പെട്ടെന്ന് ഉയർച്ച, ഇവര് ആ കുടുംബത്തെ തന്നെ രക്ഷപ്പെടുത്താനും ആ കുടുംബം തന്നെ ഒരു കുടിയിൽ കൊട്ടാരമാക്കാനും കഴിവുള്ളവരാണ്, യോഗമുള്ളവരാണ്. അത് ചിലർക്ക് താമസിക്കാറുണ്ട് അനുഭവം. അത് പെട്ടെന്നാകാൻ വേണ്ടിയുള്ള രഹസ്യമായ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച് വഴികൾ ഞാൻ പറഞ്ഞു. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും അടുത്ത പറയാൻ പോകുന്ന നക്ഷത്രം മൂലമാണ്. അതും ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും വരുന്ന നക്ഷത്രമാണ്. അപ്പൊ ഈ മൂലം നാളുകാര് ഇവർക്ക് സാമ്പത്തികമായിട്ട് ബ്ലോക്കുകൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂട്ടുകാർ മുഖേന തട്ടിപ്പുകളിൽ പോയി ചാടുക. ഇപ്പൊ ഒരു മൂല നക്ഷത്രക്കാരൻ്റെ ഒരു കൂട്ടുകാരനെ ചെട്ടി നടത്തുന്നത്, നേരെ പോയി അങ്ങോട്ട് കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടാൻ വളരെ വളരെ സാധ്യത കൂടുതലാണ്. കാരണം അങ്ങനെയാണ്. അപ്പൊ ഈ തട്ടിപ്പുള്ളവരുടെ അടുത്തായിരിക്കും ഇവർ ചെന്ന് ചാടുന്നത്, അതാ അതിൻ്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികപരമായ ഏത് ഇടപാടുകളും ശ്രദ്ധിക്കണം. പിന്നെ ഈ മൂല നക്ഷത്രക്കാർ രക്ഷപ്പെടാൻ അവർക്ക് ഈ കുടുംബം തന്നെ രക്ഷപ്പെടുത്താനും അവരുള്ള വീടിന് തന്നെ വീട് കൊട്ടാരമാകാനും ഒക്കെ യോഗമുള്ളവരാണ്. ഒറ്റ ഒരുത്തം മതി ആ വീട് തന്നെ വലിയ സാമ്പത്തികത്തിലേക്ക് വരുവാനും വീട് നല്ല അടിപൊളിയായിട്ട് പണിയാനും ഒക്കെ യോഗമുള്ളവരാണ്. ചിലക്ക് അത് താമസിക്കുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് എളുപ്പമാകാൻ വേണ്ടിയുള്ള വിദ്യകളാണ് ഈ പറഞ്ഞു തരുന്നത് തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. ഞായറാഴ്ച നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിച്ചാൽ മതി, പെട്ടെന്ന് ജീവിതം മാറും ഇവരുടെ. ചെയ്തു നോക്കിക്കോ. ഞായറാഴ്ച നാഗരാജാവിന് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അത് സർപ്പക്ഷേത്രത്തിൽ പോയി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പിന്നെ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ നടയില് വഴിപാട് ചെയ്തിട്ട് നാഗരുടെ നടയിൽ വന്ന് ചെയ്യാം. ചില ക്ഷേത്രത്തിൽ ചിലപ്പോൾ സമ്മതിക്കുവാണല്ലോ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യാം. അല്ലെ സർപ്പക്ഷേത്രത്തിൽ പോയി ചെയ്യാം. ഞായറാഴ്ച ചെയ്യണം, പെട്ടെന്ന് ലൈഫ് ചേഞ്ച് ആവും. നാഗരാജാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക, വലിയ രീതിയിൽ ലൈഫ് ചേഞ്ച് ആവും. ഇവരും ഈ ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഉള്ളതാണ്. ഈ പൂരത്തിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഇവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പോയി ചാടുക, അതുപോലെ വിവാഹ ജീവിതത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെ കലഹങ്ങളെ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതും ശ്രദ്ധിക്കണം. ചിലരും അങ്ങനെ ആണെന്നല്ല, ശ്രദ്ധിക്കും, നല്ലതാണ്. പിന്നെ ഭദ്രകാളി, കൃഷ്ണൻ, ഗുരു, ഈ 3 കാര്യങ്ങളെ ഇവരും വണങ്ങണം. ഗുരുചരണം ജപിക്കണം. ഭദ്രകാളിക്ക് ഞാൻ മേൽ പറഞ്ഞ വഴിപാട്, പൂരത്തിന് പറഞ്ഞ അതേ വഴിപാട് തന്നെ ചെയ്യണം. പിന്നെ കൃഷ്ണനും അതേപോലെ തന്നെ ചെയ്യണം. ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇനിയും വലിയ ഒരു കാര്യം പറഞ്ഞുതരാം. അന്നദാനം കൃഷ്ണക്ഷേത്രത്തിൽ ഇവർ ചെയ്താൽ ഇവരുടെ ജീവിതത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാവും. അന്നദാനം കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്താൽ, അത് അന്നദാനമുള്ള കൃഷ്ണക്ഷേത്രങ്ങൾ ഇപ്പോൾ അമ്പലപ്പുഴയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചെയ്യാം. വലിയ രീതിയിൽ ഇവരുടെ ലൈഫ് ചേഞ്ച് ആകുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു വീട്ടിൽ മൂലം ഉണ്ടെന്ന് വിചാരിച്ചു, ആ വീട്ടിൽ തന്നെ ആ കുടുംബത്തിലോ ഒന്നുകിൽ മൂലം ഒരു പൂരം കാണും, അല്ലെ മൂലം രേവതി കാർത്തിക കാണും, അല്ലെ 2 മൂലം കാണും, അല്ലെ 2 കാർത്തിക കാണും, അല്ലെ 2 രേവതി കാണും. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് DNA ആസ്ട്രോളജി, അതാണ് തമിഴ് ശുദ്ധ ജ്യോതിഷം, അതാണ് സിദ്ധന്മാരുടെ ജ്യോതിഷം. മനസ്സിലാവുന്നുണ്ടോ? ഒരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മൂല നക്ഷത്രക്കാരുള്ള വീട്ടിലും ചെറിയ ചെറിയ വഴക്കുകൾ വലുതാക്കാൻ ശ്രമിക്കരുത്. അത് വർഷങ്ങൾ വരെ പിണക്കത്തിലേക്ക് വരാം. ചെറിയൊരു വാക്ക് തർക്കത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്, അത് ഒഴിവാക്കണം. അതിന് ഏറ്റവും നല്ലൊരു മാർഗമുണ്ട്. എന്താണെന്നറിയോ? മാസത്തിൽ ഒരു ചൊവ്വാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ 100 രൂപയുടെ ഗുരുതി നിവേദ്യം ചെയ്യുക. 1. രണ്ടാമത്തെ കാര്യം, വെള്ളി ശനി ദിവസങ്ങളിൽ ശിവന് രാവിലെ
ഒരു ജലധാര മൃത്യുഞ്ജയാർച്ചന കൂവളത്തിലാർച്ചന ഒരു കൂടി ഭസ്മം രാവിലെ ചെയ്യുക, വൈകിട്ട് ജലധാര ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുക. അങ്ങനെ ഒരു പ്രശ്നമേ കലഹങ്ങളെ വഴക്കൾ ഇതുപോലെ കാര്യങ്ങളെ ഉണ്ടാകുകയില്ല. ഇനി ഈ മൂലനക്ഷത്രക്കാരും കേസിന്റെ പുറകെ ഒന്നും പോകരുത്. അവരത് കോംപ്രമൈസ് ചെയ്യണം. കാരണം ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഉണ്ട്. വ്യാഴകർമ്മയുള്ള ഒരു കേസിന് പോയി കഴിഞ്ഞാൽ അത് വർഷങ്ങളോട് നീളാം. അതുപോലെ തന്നെ ഇവർക്ക് നഷ്ടങ്ങൾ വരാം. കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കണം. കാരണം വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹം നിഷ്പക്ഷനാണ്. അതാണ് അതിൻ്റെ ഒരു രഹസ്യം കേട്ടോ. അല്ലെ വർഷങ്ങളും മാസങ്ങളും വർഷങ്ങൾ തന്നെ വെറുതെ പോകാൻ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം. അപ്പം അത് ഇവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ചിട്ടി അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചേരുമ്പോഴും ശ്രദ്ധിക്കണം. കൂട്ടുകാർ മുഖേന തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഗുരുചരണം ശരണം എന്ന് രാവിലെ പ്രാർത്ഥിക്കണം. ഗുരുവിന് നന്ദി പറയണം, ഈശ്വരനെ ഗുരുവായി സങ്കല്പിച്ച്. പിന്നെ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പൂരത്തിന് പറഞ്ഞ അതേപോലെ തന്നെ ആ വഴിപാടുകളൊക്കെ ചെയ്യണം. പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരും. ഇവർ മുഖേന ആ കുടുംബം തന്നെ രക്ഷപ്പെട്ടു പോകും. അതാണ് അതിൻ്റെ രഹസ്യം. ആ വീട് തന്നെ കൊട്ടാരമാകും. ഇനി അടുത്ത നക്ഷത്രം പറഞ്ഞുതരാം. അടുത്ത നക്ഷത്രം വരുന്നത് കാർത്തികയാണ്. ഈ കാർത്തികയും വരുന്നത് ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയാണ് തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ച്. ഈ കാർത്തിക നക്ഷത്രക്കാരും ഉള്ള വീടുകളിൽ ഇതുപോലെ കലഹങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതുപോലെ ഭദ്രകാളി, ഗുരു, കൃഷ്ണൻ ഈ 3 പേരുടെയും പ്രീതി വേണം. ദാനധർമ്മങ്ങൾ അന്നദാനം കൃഷ്ണക്ഷേത്രത്തിലേക്ക് ചെയ്യണം. അതുപോലെ വ്യാഴാഴ്ച ഈ പൂര നക്ഷത്രക്കാർക്ക് പറഞ്ഞതും മൂല നക്ഷത്രക്കാർക്ക് പറഞ്ഞതും, അതുപോലെ തന്നെ വ്യാഴാഴ്ച കൃഷ്ണന് പറഞ്ഞതും വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് പറഞ്ഞതും മലയാളമാസം ആദ്യ ചൊവ്വാഴ്ച ഭദ്രകാളിക്ക് പറഞ്ഞതും ഒക്കെ ചെയ്യണം. പിന്നെ ഈ പറയുന്ന നക്ഷത്രക്കാരെല്ലാം, ഇന്ന് ഈ വീഡിയോ പറയുന്ന നക്ഷത്രക്കാരെല്ലാം ചെയ്യേണ്ട കാര്യമാണ് മുരുകപ്രീതികളുണ്ട്. വലിയ ഗുണമുണ്ടാവും. അതെന്താ മുരുകപ്രീതി? മുരുകൻ ലോകഗുരുവാണ്, പരമഗുരുവാണ് മുരുകൻ. മുരുകനെ കൂടെ വിളിച്ചാൽ മുരുകക്ഷേത്രത്തിൽ കൂടെ പോയി പറ്റുമ്പോഴെപ്പോഴെങ്കിലും മുരുകന് ത്രിമധുരമോ കുമാരസൂക്താർച്ചനയോ അല്ലെങ്കിൽ ഒരു 21 നാരങ്ങ ഒരു തട്ടത്തിൽ വെച്ച് ശരവണ ഭവ ജപിച്ച് നടക്കി വെക്കുക. അത് ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ അല്ലെ നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുക. ഇനിയിപ്പം വ്യാഴാഴ്ച ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ചൊവ്വായോ ഞായറോ ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലത്. മുരുകന്റെ നടയിൽ പോയി ഇത് ചെയ്താൽ ഇന്ന് വീഡിയോ പറയുന്ന ഈ നക്ഷത്രക്കാരെല്ലാം ചെയ്താൽ, മുരുകനോട് ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാവും. കാരണം മുരുകൻ ലോകഗുരുവാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇനിയും പറയാൻ പോകുന്ന നക്ഷത്രം രേവതിയാണ്. ഈ രേവതി നക്ഷത്രം ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും വരുന്ന നക്ഷത്രമാണ്. ഇവരും ഈ മൂലത്തിനും കാർത്തികയ്ക്കും പൂരത്തിനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ബാധകമാണ്. അതോടൊപ്പം ഈ കാർത്തിക ആയിക്കോട്ടെ, രേവതി ആയിക്കോട്ടെ, മൂലമായിക്കോട്ടെ, പൂരമായിക്കോട്ടെ, ഈ നക്ഷത്രം ഉള്ളത് ഇതിലേതെങ്കിലും ഒരു നക്ഷത്രം ഉണ്ടെങ്കിൽ മറ്റു നക്ഷത്രങ്ങളോട്, ഇപ്പം രേവതി ഉണ്ടെങ്കിൽ കാർത്തിക, മൂലം, പൂരം, ഇതിലേതെങ്കിലും ഒരു നക്ഷത്രമോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും 2 നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ ഒരു നക്ഷത്രം തന്നെ 2 തവണ 2 ആളുകൾക്കോ ഒക്കെ ആവർത്തിക്കുക ആ വീട്ടിലോ ആ കുടുംബത്തിലോ എന്നുള്ളതാണ്. അതാണ് DNA അസ്ട്രോളജിയുടെ കോമ്പിനേഷൻ. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്കും അവർക്ക് ഒരു പ്രത്യേക രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഈ പ്രകൃതിയോട് നന്ദി പറയുക, പ്രകൃതീശ്വരനോട് നന്ദി പറയുക, ഈശ്വരനോട് നന്ദി പറയുക, അതും കൂടി ചെയ്താലും പെട്ടെന്ന് മാറ്റം വരും. ഈ 4 നക്ഷത്രക്കാർക്കും രേവതിയുടെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പ്രകൃതിയോട് നന്ദി പറയുക, പ്രകൃതീശ്വരനോട് നന്ദി പറയുക, പിന്നെ അതുപോലെ ഗുരുവിനോട് നന്ദി പറയുക, പിന്നെ ഭദ്രകാളി, കൃഷ്ണൻ, ഈ ക്ഷേത്രങ്ങളിൽ ഞാൻ നേരത്തെ പൂരത്തിന് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ചെയ്യണം. ഇവർക്ക് എല്ലാത്തിനോടും നിഷ്പക്ഷമായിട്ട് നിൽക്കണം. നിഷ്പക്ഷമായിട്ട് നിൽക്കണം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ആടാകുന്നുണ്ട്. കലഹങ്ങൾ ശ്രദ്ധിക്കണം. ദാമ്പത്യ ഐക്യമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. പിന്നെ ഈ വ്യാഴകർമ്മയും കൂടെ ആടാകുന്നതുകൊണ്ട് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വ്യാഴകർമ്മയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. സാമ്പത്തിക കാര്യം ശ്രദ്ധിക്കണം. സന്താനങ്ങളുമായിട്ടുള്ള വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങളോട് ശ്രദ്ധിക്കാൻ നല്ലതാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തിരുമേനിമാർക്കും ഒക്കെ മനസ്സറിഞ്ഞൊരു ദക്ഷിണ കൊടുക്കുക. ആത്മീയ ഗുരുക്കന്മാരെയൊക്കെ കാണുമ്പോൾ നല്ല ആളുകളെ നമ്മൾ ഒന്ന് വന്ദിക്കുക. അധ്യാപകരെ, ആത്മീയ ഗുരുക്കന്മാര് നല്ല കാര്യങ്ങൾ പറയുന്നവർ കേട്ടോ, നല്ല രീതിയിലുള്ള ഫ്രോഡുകളുടെ മുന്നിൽ ഒന്നും പോയി വന്ദിക്കുകയൊന്നും ചെയ്യരുത്. ഇപ്പോൾ ഒരുപാട് നല്ല ആളുകളുണ്ട്, മോശം ആളുകളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നല്ല തിരുമേനിമാർ, അവരെ മനസ്സറിഞ്ഞൊരു ദക്ഷിണ കൊടുക്കുക. ഇത് ഒക്കെ ഈ വ്യാഴകർമ്മ ഉള്ളവർക്ക്
ചൊവ്വകർമ്മയും വ്യാഴകർമ്മയും വരുന്നതുകൊണ്ട് ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇനി ചൊവ്വകർമ്മയുടെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഇത് അവസാനം പറയാൻ വേണ്ടി ഇരുന്നതാണ്. മൂലം, പൂരം, കാർത്തിക, രേവതി ചൊവ്വകർമ്മയും വ്യാഴകർമ്മയും വരുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ആളുകളെ ശാരീരികമായിട്ടും സഹായിക്കണം. എങ്ങനെ ശാരീരികമായിട്ട് സഹായിക്കുന്നത്? ഇപ്പോൾ ഒരാൾ ഒരു വൃദ്ധൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു, കണ്ണ് കാണത്തില്ല, നിങ്ങൾ പിടിച്ചൊന്ന് സഹായിക്കുക. ഒരു പ്രായമായ അമ്മ പടി കയറാൻ വയ്യാതെ നിൽക്കുകയാണ്, നിങ്ങൾ കൈകൊണ്ട് പിടിച്ച് സഹായിക്കുക. ഒരു വണ്ടി ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുക, ഒരു സഹായിക്കാമെന്ന് ചോദിക്കുക, നമ്മളൂടെ കൂടി തള്ളുക. ഒരു അസുഖമുള്ള ഒരാളെ ആശുപത്രി കൊണ്ടുപോകാൻ നമ്മളൂടെ സഹായിക്കുക. മരുന്ന് മേടിക്കാൻ പോകാൻ സഹായിക്കുക, അല്ലെ പൈസയും കൂടെ കൊടുക്കുക. ഇങ്ങനെ ശാരീരികമായിട്ടൂടെ ഒരു നമ്മുടെ എഫേർട്ട് സഹായിച്ചു കഴിഞ്ഞാൽ ചൊവ്വ കർമ്മ പെട്ടെന്ന് ന്യൂട്രലൈസ് ആവും. ചൊവ്വ കർമ്മ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ നെഗറ്റീവ് കർമ്മയും വ്യാഴത്തിന്റെ നെഗറ്റീവ് കർമ്മയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചൊവ്വകർമ്മയും വ്യാഴകർമ്മയും ഈ 4 നക്ഷത്രത്തിന് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് കർമ്മയാണുള്ളത് കേട്ടോ. അപ്പൊ ഈ ചൊവ്വയുടെ നെഗറ്റീവ് കർമ്മ ന്യൂട്രലൈസ് ആവും. ശാരീരികമായിട്ട് ഒരാളെ സഹായിക്കുമ്പോൾ, ഒരാൾക്കൊരു നല്ല വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരാൾക്ക് ഒരു നല്ല സഹായം ചെയ്യുമ്പോൾ, ഒരാളെ ശാരീരികമായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പോൾ ചെയ്ത് നോക്കിക്കോ, ജീവിതം അന്ന് തൊട്ട് മാറാൻ തുടങ്ങും. ഇതാണ് കർമ്മരഹസ്യം. കർമ്മരഹസ്യമാണ് യഥാർത്ഥ രഹസ്യം. ഇങ്ങനെ ശാരീരികമായിട്ട് സഹായിക്കുക. അപ്പോഴേ പെട്ടെന്ന് മാറ്റം വരും, ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരുമെന്നുള്ളതാണ്. പിന്നെ അന്നദാനം, പിന്നെ ഗുരു ഈശ്വരനെ ഗുരുവായിട്ട് സങ്കല്പിച്ച്, പിന്നെ അധ്യാപകരെ അതുപോലെയുള്ളവരെയൊക്കെ ബഹുമാനിക്കുക, തിരുമേനിമാർക്ക് മനസ്സറിഞ്ഞ് ദക്ഷിണ കൊടുക്കുക. അപ്പോഴൊക്കെ വ്യാഴത്തിന്റെ നെഗറ്റീവ് കർമ്മ ഇല്ലാതാവുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെയാണ് മാറുന്നത്. നിങ്ങൾ കൊടുക്കുമ്പം നിങ്ങൾ മാറും. ചെയ്തു നോക്കിക്കും, സന്തോഷമായിട്ട് ചെയ്യണം. നിങ്ങളുടെ ഉള്ള പോലെ മതി. നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നോ അവിടെ നിന്നുകൊണ്ട് വെച്ചാൽ എല്ലാം ഉണ്ടായിട്ട് ചെയ്യാനല്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മതി. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം. ഉറപ്പായിട്ടും ആ കുടുംബം ഉൾപ്പെടെ മാറും. കുടുംബം ഒരു ചെറിയ വീടാണെപ്പോഴും പൊളിച്ച് വെളിയെ മണിമാളികയാക്കും. ഈ നക്ഷത്രക്കാർക്ക് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയ അതിന് യോഗമുള്ളവരാണ് അവർ. ആ വീട് തന്നെ രക്ഷപ്പെടുത്താൻ യോഗമുള്ളവരാണ്. പക്ഷെ ഇത് അറിഞ്ഞില്ലെങ്കിൽ ജീവിതം പല പല തടസ്സങ്ങളാൽ ചിലപ്പോൾ തടസ്സപ്പെട്ട് നിൽക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇനിയും ഞാൻ കുറച്ച് കാര്യവും ആ ദുർഗയുടെ മന്ത്രം കൂടെ പറഞ്ഞുതരാം. കുറച്ച് ലളിതമായ ചില കാര്യങ്ങളും ദുർഗയുടെ മന്ത്രം കൂടെ പറഞ്ഞുതരാം. അപ്പം ഞാനിനിയും പറഞ്ഞുതരാൻ പോകുന്നത് ഈ ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഉള്ള കാർത്തിക, മൂലം, പൂരം, രേവതി ഈ നാളുകാർ, അത് ഒരു നാളുണ്ടെങ്കിൽ മറ്റു 2 നാളുകളോ അല്ലെ മറ്റു 3 നാളുകളോ അല്ലെ ഒരു നാൾ തന്നെ 2 പേർക്കോ ഒക്കെ ആ കുടുംബത്തിലോ ആ വീട്ടിലോ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. പിന്നെ സ്വത്ത് പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല, ഏറ്റവും സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകും. പിന്നെ ദുർഗയുടെ മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. സമാധാനക്കുറവ്, എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഒരു വഴക്കും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ശബ്ദ കോലാഹലങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്തും പറഞ്ഞ് സമരയാക്കാൻ ശ്രമിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വഴിപാടുകളൊക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ല, ഏറ്റവും സന്തോഷമായിട്ട് പോകും. പിന്നെ ദുർഗാമന്ത്രം കൂടെ ജപിച്ചാൽ മതി, ഏറ്റവും ഉയർച്ചയിലും ഏറ്റവും സന്തോഷവും ഏറ്റവും ടോപ്പിലും വരും. അപ്പൊ ഇത് ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ. ഇനി ഈ ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഉള്ളവരെ പ്രശ്നത്തെ തേടിപ്പോകും, അല്ലെ പ്രശ്നം ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സാമ്പത്തിക തട്ടിപ്പുകളിൽ പോയി അങ്ങോട്ട് ചാടരുത്. കറക്റ്റ് ആ തട്ടിപ്പുള്ള വ്യക്തിയെ അന്വേഷിച്ച് ഇവർ പോകും. ആ തട്ടിപ്പുള്ള വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, ഇവർ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന മിക്കവാറും തട്ടിപ്പുള്ള വ്യക്തി തന്നെ ആയിരിക്കും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അപ്പം അതുപോലെ തന്നെ ഇവരെ തേടി ഇങ്ങോട്ട് പ്രശ്നങ്ങൾ വരുമെന്നുള്ളതാണ്. അതൊക്കെ മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ കർമ്മ ചെയ്യേണ്ട വഴിപാടുകൾ പറഞ്ഞത്. ചെയ്താൽ മതി, അന്ന് മുതൽ ജീവിതം മാറാൻ തുടങ്ങും. ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ല ഉയർച്ചയിലും സാമ്പത്തിക ഐശ്വര്യത്തിലും വരും. പിന്നെ ഇപ്പം ഈ 4 നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രക്കാരുടെ കയ്യിലാണ് ചിലപ്പോൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരാൾ കൊണ്ട് ഇച്ചിരി സ്വർണം സൂക്ഷിക്കാൻ കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അവർ പറയാം അവർ അത്രയും സ്വർണ്ണമല്ല തന്നെ, കുറച്ചുകൂടി സ്വർണം തന്നിരുന്നു എന്ന് പറഞ്ഞ പലവിധ തട്ടിപ്പുകളിൽ പോയി ചാടാതെ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തുള്ള ആരെങ്കിലും കടം ചോദിക്കുക. ഈ നക്ഷത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഭർത്താവ് അറിയാതെ കൊടുക്കരുത്. സ്വർണ്ണമാണേലും മാലയാണേലും കടമാണേലും ഒന്നും കൊടുക്കരുത്. പിന്നെ തിരിച്ചു കിട്ടിയെന്ന് വരത്തില്ല. ഇങ്ങനെ തട്ടിപ്പുകളിൽ ചാടാതെ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് അത് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഈ 4 നക്ഷത്രങ്ങൾ പ്രത്യേകിച്ച് കേട്ടോ. അത് വീട്ടിലെന്തും ഭർത്താവ് പറഞ്ഞ്, ഭാര്യയാണെങ്കിൽ ഭർത്താവ് അറിഞ്ഞേ ചെയ്യാവുള്ളൂ, ഭർത്താവാണെങ്കിൽ ഭാര്യ അറിഞ്ഞേ ചെയ്യാവുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് കടം കൊടുക്കുക, സ്വർണം കൊടുക്കുക ഒക്കെ ചെയ്താൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. കഴിവ് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക.
പിന്നെ അതുപോലെ നല്ല ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതിലും തെറ്റില്ല. പക്ഷെ നല്ല ആളുകളായിരിക്കണം, കിട്ടുമെന്ന് ഉറപ്പ് വേണം, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഞാൻ ഈ 4 നക്ഷത്രങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞത് അത് കാര്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണും. അവര് ചിലപ്പോൾ നമ്മുടെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അല്ലെ മക്കളായിരിക്കാം, അല്ലെ കൊച്ചുമക്കളായിരിക്കാം, അല്ലെ ആരെങ്കിലും ആയിരിക്കും, ഭാര്യ ആയിരിക്കും, ഭർത്താവായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ 4 നക്ഷത്രക്കാർക്ക് ചൊവ്വാകർമ്മയും വ്യാഴകർമ്മയും ഉള്ളതുകൊണ്ട് ഇവർക്ക് പറ്റിയ തൊഴിൽ മേഖലകൾ ടെക്നിക്കൽ മേഖലകൾ, ഫിനാൻസ് മേഖലകൾ, മാർഷൽ ആർട്സ്, അതുപോലെ മിലിറ്ററി, പോലീസ്, ആർമി, യൂണിഫോം ഉള്ള തൊഴിലുകൾ, അതുപോലെ മെഷീൻ സംബന്ധമായ വർക്കുകൾ, സിവിൽ എഞ്ചിനീയറിങ്, അതുപോലെ മെക്കാനിസം, അതുപോലെ ആത്മീയമായി ബന്ധപ്പെട്ട തൊഴിലുകൾ, ഇതൊക്കെ ഇവർക്ക് നല്ലത് തന്നെയാണ്. അതുപോലെ നിയമം, ഇങ്ങനെയുള്ള ബന്ധപ്പെട്ട തൊഴിലുകൾ നല്ലതാണ്. അപ്പോൾ ചില കഴിവ്, പിന്നെ സ്പോർട്സ്, ഫിനാൻസ്, ഇതൊക്കെ നല്ലതാണ്. കഴിവുകൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി വിവാഹ ജീവിതത്തിലും വളരെ ശ്രദ്ധിക്കണം. ഈ ചില വീട്ടില് ഈ ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുന്ന സ്ത്രീകള്, അല്ലെ പിന്നെ ഭാര്യ ഉപേക്ഷിച്ച് നിൽക്കുന്ന പുരുഷന്മാര്, ഇവരൊക്കെ ഈ ഒരു നക്ഷത്രങ്ങളിൽ അല്ലെങ്കിൽ കോമ്പിനേഷനിൽ പെടാൻ സാധ്യതയുള്ള ചിലരൊക്കെ ഉണ്ട്. എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഭാര്യയുമായ വിവാഹബന്ധം വേർപെട്ട് നിൽക്കുക, അല്ലെങ്കിൽ വിവാഹ ബന്ധത്തിൽ ഒരു കലഹങ്ങളൊക്കെ ഉണ്ടാകുക, അതൊക്കെ ഒഴിവാക്കണം. വിചാരിച്ച ഒഴിവാക്കുക എന്നുള്ളേ ഉള്ളൂ. പിന്നെ ഞാൻ അതിന് കൃത്യമായിട്ട് വേണ്ട വഴിപാടുകൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്തു പോയാൽ മതി, ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ല ഐക്യത്തിലും നല്ല കുടുംബമായിട്ടും ഏറ്റവും സമ്പന്നതയിലും ആ താമസിക്കുന്ന വീട് തന്നെ പൊളിച്ച് മണിമാളിക വെക്കാനും പറ്റും, മണിമാളിക പണിയാനും പറ്റും. അതിനാണ് ഇത്രയും പറഞ്ഞു തന്നത് കേട്ടോ. നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെയും ആ വേര് അല്ലെ റൂട്ട് അറിഞ്ഞ് അതിന് പരിഹാരം ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുക. ഇപ്പം നമ്മളൊരു ആപ്പിൾ മരം വെച്ചിട്ട് അത് ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് മുന്തിരി കിട്ടണമെന്ന് വിചാരിച്ചാലോ അല്ലെ ഓറഞ്ച് കിട്ടണമെന്ന് വിചാരിച്ചാലോ നടക്കില്ല. ആ ആപ്പിൾ മരം പിഴുത് ഇട്ട് അവിടെ ഒരു ഓറഞ്ചിന്റെ ഇത് വെക്കുമ്പോഴേ മാറ്റം ആ ഓറഞ്ച് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏതിനാണേലും അതിൻ്റെ വേരിൽ കർമ്മത്തിൽ ചെന്ന് മാറ്റം വരുത്തണം. കർമ്മമാണ് അതിൻ്റെ റൂട്ട്. അപ്പോൾ ആ കർമ്മ ബേസിസിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് വഴിപാടുകൾ ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. ഇനി ആ ദുർഗയുടെ രഹസ്യമായ മന്ത്രം പറഞ്ഞാൽ ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി കൊടുക്കാം, അതോടെ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. ഈ മന്ത്രം ജപിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇവരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും വിജയിക്കാനും, സമ്പത്ത് ഉണ്ടാകാനും, ഐശ്വര്യം ഉണ്ടാകാനും, ഐക്യം ഉണ്ടാകാനും, സന്തോഷം ഉണ്ടാകാനും, വെച്ചടി കയറ്റം ഉണ്ടാകാനും, അതിസമ്പന്നരാകാൻ ഇവർ യോഗമുള്ളവർ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് ഇവരുള്ള വീട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടായി നിൽക്കാം. അതെല്ലാം മാറാനും ഈ ഒരു മന്ത്രം കൂടെ ജപിക്കുക. ഓം ഹ്രീം ദും ദുർഗായേ ജയ ദുർഗായേ ശാന്തി ദുർഗായേ സർവമംഗളായേ ഹ്രീം സൗഖ്യായേ ഹ്രീം നമ. അത്ഭുത മന്ത്രമാണ്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടാം. ഹ്രീം എന്നുള്ള കാ ജപിക്കരുത് കേട്ടോ. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം, അവിടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും, ഒരു നിധിയായിരിക്കും. അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കർമ്മ ബേസിൽ തമിഴ് ശുദ്ധ ജ്യോതിഷം അനുസരിച്ചുള്ള രഹസ്യങ്ങളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചോണം കേട്ടോ. ഇത് പ്രയോജനം ചെയ്യും. നിങ്ങളുടെ വീട്ടിലും ഇനി ഭാവിയിലുള്ള തലമുറയ്ക്കും ഒക്കെ ഗുണം ചെയ്യുന്ന രഹസ്യമായ കാര്യങ്ങളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.